നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കീഴടങ്ങാൻ റെഡി. JNU വിവാദത്തിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് ഒളിവിലായിരുന്ന വിദ്യാർത്ഥികൾ രാവിലെ കീഴടങ്ങിയേക്കും. ഉമർ ഖാലിദ് ഉൾപ്പെടെ ഒളിവിൽ പോയിരുന്ന 5 പേരും ക്യാമ്പസിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ രാത്രി. കീഴടങ്ങാൻ തയ്യാറെന്നും ദേശദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്നും ഉമർ ഖാലിദ്. അറസ്റ്റിനൊരുങ്ങിയെത്തിയ പോലീസ് സംഘത്തിന് വിദ്യാർത്ഥികളുടെ കീഴടങ്ങൽ സംബന്ധിച്ച് സർവകലാശാല അധികൃതരുടെ ഉറപ്പ്. ക്യാമ്പസിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സംഘം മടങ്ങി. ഉമർ ഖാലിദ് ക്യാമ്പസിൽ എത്തിയത് അഭിഭാഷകനൊപ്പം. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിലെ വിവാദ പരാമർശങ്ങളുടെ പേരിൽ കനയ്യകുമാറിനും മുൻ പ്രൊഫസർ SAR ഗീലാനിക്കുമെതിരായ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് നാളെ. ത്രിമൂർത്തി സംഗമം. ഡൽഹി ചർച്ചയിൽ കോൺഗ്രസ് ത്രിമൂർത്തികൾ. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധീരനും ഇന്ന് സോണിയയെ കാണും. നിർണായക കൂടിക്കാഴ്ച വൈകിട്ട് 5:30-ക്ക്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളും ചർച്ചയിൽ. തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനും നേതൃത്വം സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടിയുടെ ജയത്തിനു ശേഷം തീരുമാനിക്കാമെന്നും ഹൈക്കമാൻഡ്. അതിനിടെ ഗുരുതര ആരോപണങ്ങൾ നേരിട്ടവർ മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന UDF കൺവീനർ PP തങ്കച്ചന്റെ പ്രസ്താവനയിൽ നീരസവുമായി പാർട്ടി നേതാക്കൾ. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസിൽ മത്സരിക്കാൻ ആളുണ്ടാവില്ലെന്നും മുതിർന്ന നേതാക്കളുടെ പരിഹാസം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയുമായി ഒരു ചർച്ചയുമില്ല, സഖ്യവുമില്ല. UDFന് പുറത്തുള്ളവരുമായി ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും രമേശ്. കെട്ടടങ്ങുന്ന പ്രക്ഷോഭം. സംവരണ കാര്യത്തിൽ കേന്ദ്ര ഉറപ്പിനു ശേഷവും സമരം പിൻവലിക്കാതെ ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭകർ. സംസ്ഥാനത്ത് OBC സംവരണം നിയമാനുസൃതമാക്കി ഓർഡിനൻസ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യം. സംഘർഷാവസ്ഥയിൽ ആയവ്. 4 ജില്ലകളിൽ നിരോധനാജ്ഞ തുടരുന്നു. ആവശ്യം പരിഗണിക്കാൻ ഉന്നത സമിതി രൂപീകരിക്കാമെന്ന കേന്ദ്ര ഉറപ്പിനെ തുടർന്ന് പ്രക്ഷോഭത്തിന് തീവ്രത കുറയുന്നതായി സൂചന. 3 ദിവസമായി തുടർന്ന അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത് 12 പേർ. സമരം മൂലം ഹരിയാനയ്ക്ക് 20,000 കോടിയുടെ വ്യവസായ നഷ്ടമെന്ന് കണക്ക്. മറയ്ക്കപ്പുറം ചാവേറോ. ജമ്മു കാശ്മീരിലെ പാമ്പോറിൽ സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരിൽ ഒരാളെ സൈനികർ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ട്. 8 നില കെട്ടിടത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥാനം കണ്ടെത്തിയതായും സൂചന. ശനിയാഴ്ച ആരംഭിച്ച ഏറ്റുമുട്ടൽ തുടരുന്നു. ശ്രീനഗർ ജമ്മു ദേശീയപാതയ്ക്ക് സമീപം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്നത് 5 ഭീകരർ അടങ്ങുന്ന ലഷ്കർ സംഘമെന്ന് നിഗമനം. ഏറ്റുമുട്ടലിനിടെ ഇതുവരെ കൊല്ലപ്പെട്ടത് 2 ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ 5 സൈനികരും ഒരു തദ്ദേശവാസിയും. കെട്ടിടത്തിനകത്തേക്ക് ഇരച്ചു കയറി സൈനിക ഓപ്പറേഷൻ നടത്താൻ തടസ്സമാകുന്നത് ഭീകരരുടെ കൈവശമുള്ള വൻ ആയുധശേഖരം. അതിനിടെ കെട്ടിടത്തിനകത്തേക്ക് സ്ഫോടനവും തീപിടുത്തവും. ഭീകരർ കെട്ടിടത്തിന് തീവച്ചതാകാമെന്ന് സൈനിക വൃത്തങ്ങൾ. നിലയ്ക്കാത്ത സ്ഫോടനം. സിറിയയെ ചോരപ്പുഴയാക്കി വീണ്ടും സ്ഫോടന പരമ്പര. ഡമാസ്കസിന് സമീപം 3 ഇടങ്ങളിലായി ഇന്നലെയുണ്ടായ സ്ഫോടന പരമ്പരയിൽ ഇതുവരെ 119 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. നിരവധി പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടവരിലേറെയും സാധാരണക്കാർ. പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. പൂർണ്ണമായും സിറിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. സിറിയയിൽ 5 വർഷത്തിനിടെ ആഭ്യന്തര കലാപങ്ങളിൽ കൊല്ലപ്പെട്ടത് 2.5 ലക്ഷം പേർ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.